മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ സർക്കാർ 17 കോടി രൂപ കൂടി കെട്ടിവെക്കണം. 26 കോടി രൂപയ്ക്ക് പുറമെയാണ് ഇത്. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീകാന്ത്, ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സർക്കാരിന്റെ തടസ്സങ്ങൾ നീങ്ങി എന്ന് പറയുമ്പോഴും 26 കോടി നൽകാമെന്നായിരുന്നു സർക്കാർ നേരത്തെ പറഞ്ഞത്. അതിന് പുറമെ 17 കോടി കൂടി കെട്ടിവെക്കണം എന്നാണോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമായി വന്നിരിക്കുന്നത്? ഇത് കോടതിയിലാണോ കെട്ടിവെക്കേണ്ടത്, അതോ ഇത് എൽസ്റ്റൺ എസ്റ്റേറ്റിന് നഷ്ടപരിഹാരമായി നൽകണമോ? എന്താണ് കോടതി ഉത്തരവിൽ വ്യക്തമാകുന്നത്? കമ്മീഷൻ ഈ ന്യായവില വർധനവ് വന്നിട്ടുണ്ട്. ന്യായവിലയിൽ, ഭൂമിയുടെ ന്യായവിലയിൽ മാറ്റം വന്നു. അതിനാൽ തന്നെ 17 കോടി രൂപ കൂടി എൽസ്റ്റൺ എസ്റ്റേറ്റിന് നഷ്ടപരിഹാരമായി നൽകാം എന്ന് സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിലപാട് കോടതിയിൽ അറിയിച്ചിരുന്നു. അത് പരിഗണനയ്ക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവുണ്ടായത്. നേരത്തെ 26 കോടി രൂപ ഹൈക്കോടതി രജിസ്ട്രിയിൽ സംസ്ഥാന സർക്കാർ കെട്ടിവെച്ചിരുന്നു. കൂടാതെയാണ് ഈ 17 കോടി രൂപ കൂടി ഇപ്പോൾ കെട്ടിവെക്കേണ്ടത്. അതും രജിസ്ട്രിക്ക് തന്നെയാണ് കൈമാറേണ്ടത്. എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടത് 549 കോടി രൂപ നഷ്ടം സംഭവിക്കും, അത് തങ്ങൾക്ക് നൽകണം. മാത്രമല്ല, പണം രജിസ്ട്രിയിൽ കെട്ടിവെക്കാതെ തങ്ങൾക്ക് നേരിട്ട് കൈമാറണം. ഇതും അവരുടെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ അംഗീകരിക്കപ്പെട്ടില്ല. രജിസ്ട്രിയിൽ തന്നെ കെട്ടിവെക്കാൻ പറഞ്ഞു. അതും 17 കോടി രൂപ കൂടി സർക്കാർ നിശ്ചയിച്ച ന്യായവില തുക രജിസ്ട്രിയിൽ കെട്ടിവെക്കാനാണ് നിർദ്ദേശമുള്ളത്. ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള മുഴുവൻ തടസ്സങ്ങളും നീങ്ങിയിരിക്കുന്നു. അവർക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ, പുനരധിവാസ നടപടികളൊക്കെയായി മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇനി എൽസ്റ്റൺ എസ്റ്റേറ്റിന് മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഇതിനെതിരെ അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ വിധി പറഞ്ഞത് എന്നതിനാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റിന് കഴിയും. പക്ഷേ അതിൽ സാങ്കേതികമായി ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. അതായത് ഇത് ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ഇത് പൂർണ്ണമായ ഉത്തരവ് വന്നാൽ മാത്രമേ ഒരു പക്ഷേ അവർ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ എന്നും പറയുന്നുണ്ട്. അന്തിമ തീരുമാനം എൽസ്റ്റന്റേതാണ്. അക്കാര്യത്തിൽ വൈകാതെ അവരുടെ തീരുമാനം പ്രഖ്യാപിക്കും എന്നും കരുതുന്നു. സർക്കാരിന് ആശ്വാസം നൽകുന്നതാണ് വിധി. സർക്കാർ ഇതിനോടകം 17 കോടി കൂടി കെട്ടിവെക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീകാന്ത്, ഇതോടുകൂടി ഈ ഭൂമി ഏറ്റെടുക്കലിനുള്ള പുനരധിവാസമാണല്ലോ സർക്കാരിന്റെ മുൻഗണനയിലുള്ള വിഷയം. അതിന് ഭൂമി ഏറ്റെടുക്കലിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടി എന്ന് പറയാമോ? ഏറെക്കുറെ അങ്ങനെ തന്നെ പറയാം. അതായത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 78.73 ഹെക്ടർ ഭൂമി പുനരധിവാസത്തിനായി ഏറ്റെടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവോടുകൂടി അവർക്ക് താൽക്കാലികമായെങ്കിലും ആശ്വാസം കിട്ടും. ഈ പുനരധിവാസ നടപടികളുമായി മുന്നോട്ട് പോകാം. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുള്ളത്, അപ്പീലിന് പോയി ഇതിലൊരു സ്റ്റേ മേൽക്കോടതിയിൽ നിന്നും എൽസ്റ്റൺ വാങ്ങിയാൽ അത് ബുദ്ധിമുട്ടാകും. പക്ഷേ ഈ നിമിഷം വരെയും അത് സംബന്ധിച്ച സൂചനകളില്ല. അവർ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം സുപ്രീം കോടതിയിലേക്ക്, മേൽക്കോടതിയെ സമീപിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതവർ വിനിയോഗിച്ച് സുപ്രീം കോടതി ഇത്തരം പുനരധിവാസ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്താൽ എന്തായാലും പുനരധിവാസ പദ്ധതി മുടങ്ങും. ഇനി അല്ല, സുപ്രീം കോടതി കൂടി ഇത് എൻ്റർടൈൻ ചെയ്തില്ലെങ്കിൽ, വളരെ വേഗം എൻ്റർടൈൻ ചെയ്തില്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം. മറ്റൊരു ഗുണകരമായ കാര്യം സർക്കാരിന് വരാൻ പോകുന്നത്, അവധിക്കാലം തുടങ്ങാൻ പോവുകയാണ്. അവധിക്കാല ബെഞ്ചായിരിക്കും ഈ ഹർജികളൊക്കെ പരിഗണിക്കേണ്ടത്. അത് എത്ര കണ്ട് പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതും സംശയമാണ്. എന്തായാലും എൽസ്റ്റന്റെ പന്തിലല്ല കോർട്ട്, സർക്കാരിന്റെ കോർട്ടിൽ തന്നെയാണ്. ശരി.